ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അടിസ്ഥാന ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാർക്ക് നാളെ അടിസ്ഥാന ശാസ്ത്രം എക്സാം ആണ്. അപ്പൊ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കി വെക്കാം. പ്രവർത്തനം 1. ഒരു പ്രദേശത്ത് നിന്ന് വന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കൂ. 5 വർഷങ്ങൾക്ക് മുമ്പ് പാടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതേ പ്രദേശം ഇന്നത്തെ അവസ്ഥയിൽ ഫാക്ടറികളൊക്കെയാണ്. അതിലെ ക്വസ്റ്റ്യൻ, ഈ മാറ്റം ആവാസ വ്യവസ്ഥയെ എങ്ങനെയെല്ലാം ബാധിച്ചിട്ടുണ്ട് വിശദമാക്കുക. എങ്ങനെയെല്ലാം ബാധിച്ചിട്ടുണ്ടാവാം? ജീവജാലങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു, മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നു. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി എന്ത്? മുള ഉപഭോക്താക്കൾ, ബാക്ടീരിയ വിഘാടകർ, കുറുക്കൻ ഉത്പാദകർ, ചേര വിഘാടകർ. ഏതാണ് അതില് ശരിയായ ജോഡി? ബാക്ടീരിയ വിഘാടകർ. ഓക്കെ, ഇനി എന്താ സി ക്വസ്റ്റ്യൻ? പ്ലക്കാൻ ശ്രദ്ധിക്കൂ. നാട്ടിലിറങ്ങുന്ന പുലികളെ വെടിവെച്ച് കൊല്ലുക. ഏതാനും ആളുകൾ ഉന്നയിക്കുന്ന ഈ ആവശ്യത്തോട് നിങ്ങളുടെ പ്രതികരണം എന്ന് വ്യക്തമാക്കുക. അപ്പൊ എന്താണ്? ഇറങ്ങുന്ന പുലിയെ വെടിവെച്ച് കൊല്ലാൻ ഒരു പറ്റം ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ നമുക്ക് എഴുതാം, ഭക്ഷ്യ ശൃംഖലയിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് പുലി എന്നും ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ ഇവയുടെ നാശം വളരെ ദോഷകമായി ബാധിക്കും. ഓക്കെ, എന്താണ്? ഭക്ഷ്യ ശൃംഖലയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് പുലി. അപ്പൊ അത് മാത്രമല്ല, ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് എന്താണ്? ഇതിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞാൽ ബാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. പ്രവർത്തനം 2 എന്താ? സ്ഥിരമായി ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ട കുട്ടിയെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇരുമ്പിന്റെ കുറവ് മൂലമാണെന്ന് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഈ രോഗാവസ്ഥയുടെ പേരെന്ത്? എന്താണ്? വിളർച്ച അഥവാ അനീമിയ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം. നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ ആവശ്യകത എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ശരീരത്തിൽ ഇരുമ്പ് വേണമെന്ന് പറയുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണം. ഇനി എന്താ? താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ധാതു ലക്ഷണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങളാണ്. അപ്പൊ അത് കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 3. താഴെ തന്നിരിക്കുന്ന ജീവികളുടെ അവയുടെ സവിശേഷതകൾക്കനുസരിച്ച് കൂട്ടങ്ങളായി തരംതിരിക്കുക. മുട്ട, പാരമീസിയം, അമീബ, സെല്ല്, പാറ്റ, യുഗ്ലീന, കൊതുക്, ഉറുമ്പ്. അപ്പൊ ഇവയെ നമുക്ക് എന്ത് ചെയ്യണം? 2 കൂട്ടങ്ങളായിട്ട് തരംതിരിക്കണം. അപ്പൊ കൂട്ടം 1 നമുക്ക് ആരിനൊക്കെ പെടുത്താനായിട്ട് പറ്റും? മുട്ട, പാറ്റ, കൊതുക്, ഉറുമ്പ്, ചെള്ള്. ഇവയൊക്കെ നമുക്ക് കൂട്ടം 1 കൂട്ടാം. കൂട്ടം 2 നമുക്ക് അമീബ, പാരമീസിയം, യുഗ്ലീന ഒക്കെ നമുക്ക് ചേർക്കാം. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. അപ്പൊ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താ? കോശമാണ്. എന്ത് കോശാണ്? ജന്തുകോശാണ്. രണ്ടാമത്തേതാണെങ്കിലോ സസ്യകോശമാണ്. ഓക്കെ, ഇനി എന്താ? ചിത്രങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാം? അപ്പൊ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിലേതെങ്കിലും 2 ഘടകങ്ങൾ എഴുതിയാൽ മതി. ഇനി പ്രവർത്തനം 4 നോക്കാം. വിവിധ സന്ദർഭങ്ങളിൽ മിശ്രിതത്തിൽ നിന്നും ഘട്ടങ്ങളെ വേർതിരിക്കുന്ന രീതി വ്യത്യസ്തമാണല്ലോ. താഴെ തന്നിരിക്കുന്ന രീതികൾക്ക് യോജിച്ച സന്ദർഭങ്ങൾ എഴുതുക. പാറ്റൽ അഥവാ വീഴ്ചൽ. അപ്പൊ അത് നമ്മൾ എന്തിനാണ്? അരിയിൽ നിന്നും ഉമി വേർതിരിക്കാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി ബാഷ്പീകരണം നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? കടൽ ജലം വറ്റിച്ച് ഉപ്പ് ശേഖരിക്കുന്നു. ഇനി അതിലെ സി, ചെരിവുതലം ഉപയോഗിച്ച് വേർതിരിക്കുന്നു. അതെന്താണ്? കടുക്കിൽ നിന്നും മാലിന്യം നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇനി എന്താ? ഉരുക്കിയ ശേഷം അരിച്ചെടുക്കുന്നു. ശർക്കരയിൽ നിന്നും മാലിന്യം വേർതിരിക്കുന്നു. അപ്പൊ ശർക്കരയിൽ നിന്ന് മാലിന്യം കളയാൻ നമ്മൾ എന്ത് ചെയ്യും? അത് ഉരുക്കിയതിന് ശേഷമാണ് വേർതിരിക്കുക.
ഓക്കെ അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ, ഘടകങ്ങളുടെ വലുപ്പ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതുക. എന്താണ്? പുട്ടിനും പത്തിരിക്കും അരിപ്പൊടി തയ്യാറാക്കുന്നു, അതുപോലെ തന്നെ കെട്ടിടപ്പണിക്ക് മണൽ വേർതിരിക്കുന്നു. അപ്പൊ ഇതാണ് എന്ത്? വലുപ്പ വ്യത്യാസം അടിസ്ഥാനമാക്കി മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രണ്ട് സന്ദർഭങ്ങള്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അലിയിച്ച് മുകൾ ഭാഗത്ത് ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? തെളിയിക്കൽ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.